ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ലോഗോ എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്ന വാഹനം, ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനം, ഒരു പ്രത്യേക വാഹനമാണ്, വീൽചെയർ ഉള്ള വാഹനം. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനത്തിനാണ് ഇത്തരം ചിഹ്നങ്ങൾ പതിപ്പിക്കുന്നത്. ഒരു വളവിനടുത്തെത്തുമ്പോൾ മറികടക്കൽ അനുവദനീയമാണ്, ജാഗ്രതയോടെ അനുവദനീയമാണ്, അനുവദനീയമല്ല, ഒന്നും രണ്ടും ശരിയാണ്. ആൻസർ അനുവദനീയമല്ല. മൂടൽ മഞ്ഞുള്ള അവസ്ഥയിൽ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഇടുന്നത് ചെറിയ ദൂരത്തിൽ റോഡ് വ്യക്തമായി കാണാൻ കഴിയുന്നതിനാൽ നല്ലതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെ കാണാനാകുമെന്ന് ഉറപ്പാക്കുക. മോശമാണ്, കാരണം അത് പിന്നിലേക്ക് പ്രതിഫലിക്കുകയും പടർത്തുകയും ചെയ്യും. വളരെ ദൂരെയുള്ള റോഡ് വ്യക്തമായി കാണാൻ കഴിയുന്നതിനാൽ നല്ലതാണ്. മോശമാണ്, കാരണം അത് പിന്നിലേക്ക് പ്രതിഫലിക്കുകയും പടർത്തുകയും ചെയ്യുമെന്നതാണ് ആൻസർ. പഠിതാക്കൾ വാഹനം ഓടിക്കുമ്പോൾ ഡാഷ് നിർബന്ധമാണ്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കൈവശം വയ്ക്കുക. പ്രൊഫഷണലുകളുടെ നിർദ്ദേശം എടുത്തിട്ടുണ്ടാവണം. സാധുവായ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കുക. 12 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുക. സാധുവായ ലേണേഴ്സ് ലൈസൻസ് കയ്യിലുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായി ഒരു പാത നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് വാഹനങ്ങൾ എന്ത് ചെയ്യണം? ലൈനിൽ വാഹനങ്ങൾ ഇല്ലെങ്കിൽ പാത ഉപയോഗിക്കാം. അടിയന്തര സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. ആ പാതയിലൂടെ കുറച്ചു ദൂരം ഓടിക്കുക. ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര? 3 മാസം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതുവരെ 6 മാസം. 1 വർഷം. 6 മാസമാണ് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി. PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ അഥവാ ക്യാൻസലേഷൻ, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ആൻസർ വരുന്നത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 20 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്. 18 വയസ്സാണ് ശരിയായ ആൻസർ. താഴെ പറയുന്നവയിൽ വാഹനങ്ങളിൽ മുൻഗണന ആർക്ക്? എല്ലാ പോലീസ് വാഹനങ്ങൾക്കും, ബസ്സുകൾക്കും, എമർജൻസി വാഹനങ്ങൾക്കും, ഇരുചക്ര വാഹനങ്ങൾക്കും. ആൻസർ വരുന്നത് എമർജൻസി വാഹനങ്ങൾക്കും. ഒരു ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്. നിയമലംഘനം ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. അനുവദനീയമാണ്. നിയമലംഘനമാണ് ആൻസർ. പൊതുസ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധം, നിയമപരമാണ്, ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്. ആൻസർ വരുന്നത് നിയമവിരുദ്ധമാണ്. ഒരു വാഹനം യു-ടേൺ ചെയ്യുന്നത് എവിടെയാണ് നിരോധിച്ചിരിക്കുന്നത്? ഒരു റൗണ്ട് എബൌട്ടിൽ, ഒരു റോഡ് അടയാളമോ ട്രാഫിക് സിഗ്നലോ നിരോധിക്കുന്നിടത്ത്, ഒരു പാർക്കിംഗ് സ്ഥലത്ത്, ഒരു റെസിഡൻഷ്യൽ തെരുവിൽ. ആൻസർ ഒരു റോഡ് അടയാളമോ ട്രാഫിക് സിഗ്നലോ നിരോധിക്കുന്നിടത്ത്. നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ മഴ പെയ്താൽ എന്ത് ചെയ്യണം? വേഗത പകുതിയായി കുറയ്ക്കണം. മുന്നിലെ വാഹനത്തിൽ നിന്ന് കൂടുതൽ അകലം പാലിക്കണം. പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. വഴിയിൽ ഡ്രൈവിംഗ് പരിശീലന വാഹനം കണ്ടാൽ ഹോൺ നിരന്തരമായി മുഴക്കണം. ഹെഡ്ലൈറ്റ് തെളിയിച്ച് മുന്നറിയിപ്പ് നൽകണം. വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം. വേഗത കൂട്ടി പെട്ടെന്ന് കടന്നു പോകണം. ആൻസർ വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം. ഒരു മോട്ടോർ വാഹനത്തിലെ ആക്സിലറേറ്ററിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ, വാഹനത്തിൻ്റെ ദിശ മാറ്റാൻ, ബ്രേക്ക് പ്രയോഗിക്കാൻ. ആൻസർ വരുന്നത് വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ. ഒരു വാഹനത്തിൻ്റെ ദിശ മാറ്റുന്നതിന് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ധർമ്മമാണ്? ക്ലച്ച്, സ്റ്റിയറിംഗ് വീൽ, ആക്സിലറേറ്റർ, ബ്രേക്ക് പെഡൽ. ആൻസർ സ്റ്റിയറിംഗ് വീൽ. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ക്ലച്ച് ഉപയോഗിക്കുന്നത്
എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഗിയറുകൾ സുഗമമായി മാറ്റുന്നതിന്, വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നതിന്, ബ്രേക്കുകൾ പ്രയോഗിക്കുന്നതിന്. ഗിയറുകൾ സുഗമമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ഗിയർ ലിവറിൻ്റെ ഉദ്ദേശം എന്താണ്? വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, ബ്രേക്കുകൾ നിയന്ത്രിക്കാൻ, വാഹനത്തിൻ്റെ ദിശ മാറ്റുന്നതിന്, വാഹനത്തിൻ്റെ ഗിയർ മാറ്റുന്നതിന്. ആൻസർ വരുന്നത് വാഹനത്തിൻ്റെ ഗിയർ മാറ്റുന്നതിന്. വാഹനത്തിലെ ബ്രേക്ക് പെഡൽ പ്രഥമമായി ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിൻ്റെ ദിശ നിയന്ത്രിക്കാൻ, നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാൻ, പാർക്കിംഗ് ബ്രേക്ക് ഇടാൻ. നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാൻ എന്നതാണ് ശരിയായ ആൻസർ. എൻജിൻ ബ്രേക്കിംഗ് എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത്? പാർക്കിംഗ് ബ്രേക്ക് പ്രയോഗിക്കുന്നു, ഗിയർ താഴ്ത്തി എൻജിൻ കംപ്രഷർ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ബ്രേക്ക് പെഡൽ ഉപയോഗിക്കുന്നു, വീൽ ലോക്ക് ആകുന്നതിന് തടയാൻ ABS ഉപയോഗിക്കുന്നു. ആൻസർ ഗിയർ താഴ്ത്തി എൻജിൻ കംപ്രഷർ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു.